ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളും ചില ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. അക്കരയ്ക്കൊരു വഴിയുണ്ടാവില്ല. എന്ത് ചെയ്ത് ചിന്തിക്കുന്നവരുണ്ട്. ചിലരെല്ലാം ഈ സമയത്ത് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ചിലരെല്ലാം മോശ പ്രവാചകനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്. ഈ രണ്ട് തലത്തിലുള്ളവരെ നമുക്കറിയാൻ പറ്റും. ചിലരെല്ലാം ചില ചെങ്കടലിൻ്റെ തീരത്ത് വരുമ്പോൾ സാമ്പത്തിക തകർച്ചകൾ, കടബാധ്യതകൾ, ഏതെങ്കിലും കാര്യങ്ങൾ കിട്ടാത്ത അവസ്ഥകൾ, മുന്നോട്ട് വഴിമുട്ടി ഇനി മരിച്ചേക്കാം, ഇതാണ് തീരുമാനം. എന്നാൽ മറ്റു ചിലരാകട്ടെ വിശ്വാസപൂർവ്വം ദൈവം എൻ്റെ മുമ്പിലുള്ള ഈ ചെങ്കടൽ പകുത്തു മാറ്റി എനിക്കൊരു വഴി തെളിച്ചു തരും എന്ന് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 55 ലക്ഷം കടം ബാധിച്ച ഒരു വ്യക്തി, ബിസിനസ് തകർന്നു പോയി, ജീവിക്കാൻ മാർഗമില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി. കൂലിപ്പണി എടുക്കാൻ മടിയാണ് കുടുംബത്തിന്. സമൂഹത്തിൽ നന്നായിട്ട് ജീവിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു നമുക്ക് മരിച്ചേക്കാം, വേറെ വഴിയില്ല. ഇപ്പം 3 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് കൊന്നിട്ട് അവർ മരിച്ചെന്ന് ഉറപ്പായിട്ട് നമുക്ക് മരിക്കാം, ഇതാണ് തീരുമാനം. എങ്ങനെ വിഷം കൊടുക്കും? ഭർത്താവ് ഒരു ഐഡിയ പറഞ്ഞു, പായസത്തിനകത്ത് വിഷം കൊടുക്കുക. അപ്പം പിന്നെ അറിയില്ലല്ലോ മധുരം കാരണം. പായസത്തിൽ വിഷമെടുത്തു. എല്ലാവർക്കും 3 ഗ്ലാസ്സിൽ 5 ഗ്ലാസ് എടുത്തു വെച്ചു. ഏറ്റവും ഇളയ കുഞ്ഞിനാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. 1.5 വയസ്സായ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് അമ്മ ഈ ഗ്ലാസ് അടുപ്പിച്ചപ്പോൾ കൈ വിറയ്ക്കാൻ തുടങ്ങി. കൈ വിറച്ച് ഗ്ലാസ് കയ്യിൽ നിന്ന് ചാടിപ്പോയി. ഗ്ലാസ് പൊട്ടിപ്പോയി, കയ്യിൽ നിന്ന് ചാടിപ്പോയി. പായസവും വിഷമൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് കൂട്ടക്കരച്ചിലായിരുന്നു. പിന്നീട് ആ മനുഷ്യൻ ധ്യാനിക്കാൻ വന്നു. കുടുംബസമേതം ധ്യാനിക്കാൻ വന്നു. ധ്യാനത്തിൻ്റെ 1-2 ദിവസങ്ങളെല്ലാം ഒത്തിരി വിഷമിച്ച് വേദനിച്ച് ഈ കടബാധ്യതയെ ഓർത്ത് മാത്രം ഇരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചെങ്കടലാണ്, മറികടക്കാൻ ഒരു വഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം വചനവേദിയിൽ നിന്ന് ഒരു വചനം കേൾക്കുകയാണ് മനുഷ്യൻ. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ എന്താ വചനം പറഞ്ഞേ? ശക്തിപ്പെടുത്തും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, ഈ വചനം സ്പർശിച്ചു. ദാ കർത്താവിൻ്റെ വലതു കൈ കൊണ്ട് എന്നെ താങ്ങി നിർത്തും എന്നൊരു വചനം അദ്ദേഹത്തെ സ്പർശിച്ചു. വീണ്ടും വചനവേദിയിൽ നിന്ന് സെബാന്യ പ്രവാചകന്റെ പുസ്തകം 3:16-17 ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിൻ്റെ മധ്യേ ഉണ്ട്. നീ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങൾ ആ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം തൊട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാനായി ഒരു മനസ്സ് തുറന്നു കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യണം എന്ന ചിന്ത വിട്ടുപോയി. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സിൽ നിന്ന് അത് മാറി. അതൊരു അത്ഭുതമായിട്ട് മാറി. ധ്യാനം കഴിഞ്ഞു പോയ ദിവസങ്ങളിലെല്ലാം കടക്കാർ ശല്യപ്പെടുത്താതായി. കടക്കാരെ പേടിച്ചുകൊണ്ടാണ് മരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. കടക്കാർ ശല്യപ്പെടുത്താതായി. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ കഴിഞ്ഞ 6-ാമത്തെ മാസം താൻ ശത്രുതയോടെ മാറ്റി നിർത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് സ്വന്തം കൂടപ്പിറപ്പാണ്, അനുജനാണ്. അനുജനെ വലിയ ശത്രുതയോടെയാണ് ഇദ്ദേഹം മാറ്റി നിർത്തിയത്. എന്നാൽ ധ്യാനം കൂടി അന്ന് മുതൽ അനുജനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഫലമുണ്ടായി. 6-ാമത്തെ മാസം അനുജൻ ഇവരുടെ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് അനുജൻ ചേട്ടനോട് പറയുവാണ്, ചേട്ടായുടെ 55 ലക്ഷം രൂപ കടവും ഞാനും അപ്പനും കൂടെ വീട്ടിക്കോളാം. വീണ്ടും ഒരു ബിസിനസ് തുടങ്ങാനുള്ള സാമ്പത്തിക സഹായം ഞാൻ ചെയ്തു തരാം. പ്രിയപ്പെട്ടവരെ, ചേട്ടൻ അനുജനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. എത്രയോ ശത്രുതയോടെ മാറ്റി നിർത്തിയതാണ്. എന്നാൽ ഈ ധ്യാനത്തിലൂടെ ഇദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് താൻ മാറ്റി നിർത്തി അനുജന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതം 16:7 ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും. ഈ മനുഷ്യൻ്റെ വഴികളെ തിരുത്തി, തെറ്റായ വഴികളെ തിരുത്തി ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് പ്രീതികരമായി തീർന്നപ്പോൾ ശത്രുതയോടെ മാറ്റി നിർത്തിയ അനുജൻ തന്നെ വന്ന് സഹായിക്കാൻ തയ്യാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ചെങ്കടലായിരുന്നു 55 ലക്ഷം രൂപ.
അക്കരയ്ക്ക് പോകാൻ വഴിയില്ല. എപ്പോഴാണ് അദ്ദേഹത്തിന് വഴി തുറന്നത്? അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഈ മനുഷ്യൻ ദുരിതത്തിലായപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആ വിളി, ആ പ്രാർത്ഥന അദ്ദേഹത്തിന് അനുഗ്രഹമായി മാറി. ഒരുപക്ഷെ എനിക്ക് ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, പ്രിയപ്പെട്ടവരൊക്കെയുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ജീവിതത്തിൽ ഓരോ വ്യക്തികളും ഒന്നാം സ്ഥാനത്ത് ഈശോയെ നിർത്തുക. നമുക്കിനി മുതൽ വരാൻ പോകുന്ന വർഷങ്ങൾ ഒത്തിരി നല്ലതായിരിക്കണമെന്നില്ല. ഇപ്പം തന്നെ നമുക്കറിയാം, ലോകം മുഴുവനും പ്രത്യേകമായ ദുരന്തത്തിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ്. വഴക്കും ബഹളവും ഇല്ലാത്തൊരു സ്ഥലമില്ല. അശുദ്ധി നിറഞ്ഞു. എന്തിനു പറയുന്നു? സഭയിൽ പോലും പിന്നിപ്പം കലഹമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈശോയായിട്ട് മാറണം. 1 പത്രോസ് 3:15 ഹൃദയത്തിൽ ക്രിസ്തുവിനെ പൂജിക്കണം. ക്രിസ്തുവിനെ ഒരു വ്യക്തി ഹൃദയത്തിൽ പൂജിക്കാൻ തുടങ്ങിയാൽ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി ഉള്ളിൽ വസിക്കുന്ന ദൈവം ആ വ്യക്തിക്ക് നൽകും. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് ചെങ്കടലുകളെ പകുത്തുമാറ്റി മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈശോ ആ വ്യക്തിക്ക് നൽകും. ഹല്ലേലൂയ. ഹൃദയത്തിൽ മറ്റ് വ്യക്തികൾക്ക് സ്ഥാനമുണ്ട്, പക്ഷേ ഒന്നാം സ്ഥാനത്ത് ഈശോ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം വായിച്ചിട്ടുണ്ടാകും. അവിടെ സൂസന്ന എന്നൊരു വിശുദ്ധ സ്ത്രീയെപ്പറ്റി പറയുന്നുണ്ട്. ഈ സൂസന്നയെ നശിപ്പിക്കാൻ വേണ്ടി 2 ന്യായാധിപന്മാർ അവളെ പുറകെ കൂടും. അവൾ ഒരു കാരണവശാലും അവൾ പാപം ചെയ്യാൻ സമ്മതിച്ചില്ല. അവൾ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളോടൊപ്പം പാപം ചെയ്യുന്നതിലും ഭേദം ഞാൻ മരിക്കുന്നതാണ് ഇഷ്ടം. അതിൻ്റെ കാരണം എന്താണ്? 1-ാം സ്ഥാനത്ത് അവിടെ ഉള്ളിൽ യഹോവയായ ദൈവമുണ്ട്. 2-ാം സ്ഥാനത്ത് അവിടെ പങ്കാളിയുണ്ട്. 3-ാം സ്ഥാനത്ത് അവിടെ മക്കളുണ്ട്. അവളുടെ മാതാപിതാക്കന്മാരുണ്ട്. ബന്ധുമിത്രാദികളെല്ലാം അവളുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ നിങ്ങളോട് പാപം ചെയ്യാൻ സമ്മതിക്കില്ല, അതിനുമ്പ് മരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അവർ ചതിപ്രയോഗത്തിലൂടെ അവളെ കുറ്റക്കാരിയാക്കിക്കൊണ്ട് വിധിക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ വർഷത്തെ ന്യായാധിപന്മാരാണ് അവർ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. അങ്ങനെ പോകുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 13-35 വചനം, അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി, കർത്താവിലേക്ക് നോക്കി, കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ആ വാക്കിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. എന്നാൽ അവൾ കർത്താവിലേക്ക് നോക്കി, കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ഞാൻ ഈ വചനം എങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് എന്നാൽ അവൾ കർത്താവിലേക്ക് നോക്കി എന്ന് പറഞ്ഞത്? അതുവരെ അവൾ എവിടെയായിരിക്കും നോക്കിയിരുന്നത്? അതിനെപ്പറ്റി ഞാനിങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത ഇതാണ്. ഈ വിധിക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ ഭർത്താവ് കൂടെയുണ്ട്, മാതാപിതാക്കന്മാർ കൂടെയുണ്ട്, മക്കൾ കൂടെയുണ്ട്, ബന്ധുമിത്രാദികളെല്ലാം കൂടെയുണ്ട്. അപ്പോൾ അവൾ ആദ്യം ആരുടെ മുഖത്തായിരിക്കും നോക്കിയത്? വിധിവാചകം ചെല്ലാൻ വേണ്ടി കൊണ്ടുപോവുക. ആദ്യം അവൾ നോക്കിയത് തൻ്റെ ജീവിത പങ്കാളിയുടെ മുഖത്തേക്കാണ്, തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്കാണ്. ഇന്നലെ വരെയും താൻ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടാണ് തൻ്റെ ഭർത്താവാണത്. ഒരു ഭർത്താവിന് അറിയാമല്ലോ ഭാര്യയുടെ സ്വഭാവത്തെപ്പറ്റി ഏതൊക്കെ ഊഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവൾ പ്രതീക്ഷയോടെ ഭർത്താവിലേക്ക് നോക്കി. ഭർത്താവ് പറയും, എൻ്റെ ഭാര്യ അത്രക്കാരിയല്ല, എൻ്റെ ഭാര്യ എനിക്കറിയാം, അവൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഭർത്താവ് പറയും എന്നവൾ പ്രതീക്ഷയോടുകൂടി ഭർത്താവിൻ്റെ മുഖത്തേക്ക് ആദ്യം നോക്കിയത്. അദ്ദേഹം തലതാത്തി പിടിച്ചൊരു അക്ഷരം മിണ്ടിയില്ല. രണ്ടാമത് അവൾ എവിടെയൊക്കെയാണ് നോക്കിയത്? അപ്പൻ്റെ അമ്മയുടെയും മുഖത്തേക്ക് നോക്കി. ജന്മം നൽകിയ മകളെപ്പറ്റി അപ്പനും അമ്മയ്ക്ക് അറിയത്തില്ലേ? എൻ്റെ മകൾ അത്രക്കാരി അല്ല എന്ന് പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. അപ്പനും അമ്മയും മിണ്ടാതെ നിന്നു. പിന്നെ നോക്കിയത് എങ്ങോട്ടാ? താൻ പ്രസവിച്ച് വളർത്തിയ മക്കളുടെ മുഖത്തേക്ക് നോക്കി. മക്കൾ പറയുകയല്ലേ, ഞങ്ങളുടെ അമ്മയെ തെറ്റ് ചെയ്യുകയില്ല. ഇനി തെറ്റ് ചെയ്താൽ പോലും മക്കൾ സമ്മതിക്കുമോ അമ്മയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട്? മക്കളും മിണ്ടിയില്ല. പിന്നെ കൂടപ്പിറപ്പുകളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അവരാരും ഇവൾക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പോൾ അവൾ കർത്താവിലേക്ക് നോക്കി. 35-ാമത്തെ വചനം. വീണ്ടും 42-ാമത്തെ വചനം എത്തിയപ്പോൾ അവളെ വിധിച്ചു കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട്. ഈ ന്യായാധിപന്മാർ പറഞ്ഞ് വിശ്വസിച്ച് അവർ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി വിധിച്ചു. അപ്പോൾ സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചെന്നാണ് വചനം പറയുക. 42-ാമത്തെ വചനം ഞാൻ ധ്യാനിച്ചു. എന്തിനാണ് സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചത്? മരിക്കാൻ പേടിയായിട്ടാണോ? മരിക്കാൻ പേടിയായിരുന്നെങ്കിൽ അവൾ പാപം ചെയ്താൽ മതിയായിരുന്നു, ആരും അറിയുകയില്ല. അപ്പം ഉച്ചത്തിൽ നിലവിളിക്കാനുള്ള കാരണം എന്താണ്? അത് ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദനയാണ്. താൻ ആരെല്ലാം ഹൃദയത്തിൽ കൊണ്ടു നടന്നോ
അവരാരും തനിക്ക് വേണ്ടി വാക്കുപോലും പറഞ്ഞില്ല, ഒറ്റപ്പെട്ടു പോയി. ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടുവരുന്ന ഭർത്താവ്, താൻ നൊന്ത് പ്രസവിച്ച മക്കൾ, തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ എല്ലാവരും തന്നെ തിരസ്കരിച്ചപ്പോഴുണ്ടായ നൊമ്പരമാണ് നിലവിളിയായിട്ട് ഉയർന്നത്. പാപം ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഒന്നവൾ ഭർത്താവിനെ അപമാനിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയല്ല, തൻ്റെ ഭർത്താവിന് ഇവിടെ ഹൃദയത്തിലുണ്ട്. 2 തൻ്റെ മക്കളെ അപമാനിക്കാൻ ഇഷ്ടമല്ല. 3 തൻ്റെ ദൈവത്തോടും അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോടും അവരെ അപമാനിക്കാൻ അവൾ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൾ പാപത്തെ സമ്മതിക്കാത്തത്. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നിലവിളി എവിടെ എത്തി? 35-ാമത്തെ വചനത്തിൽ അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചൊരു വാക്കുണ്ട്. 43, 44 വചനം പറയുന്നു, അവളുടെ നിലവിളി കർത്താവിൻ്റെ അടുക്കിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ പ്രതീക്ഷിച്ചവരെല്ലാം, ഈ ലോകത്തിൽ ആരെയെല്ലാം ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് ഏറ്റി നടന്നോ അവരെല്ലാം മുഖം തിരിച്ചപ്പോൾ ഇവൾ ആദ്യമായി കർത്താവിലേക്ക് നോക്കി. ആ നിലവിളി കർത്താവ് കേട്ടു. അത്ഭുതകരമായ രീതിയിൽ ദാനിയേൽ എന്നൊരു വ്യക്തിയിലൂടെ അവളുടെ നിരപരാധിത്വം തെളിയിച്ചു. അവൾ അതിൽ നിന്ന് മോചിതയായി. ആ കല്ലുകൾ കൊണ്ട് തന്നെ ജനം ഈ ന്യായാധിപന്മാരെ എറിഞ്ഞു വന്നു. ഇതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനത്ത് ദൈവമാണ് ഉണ്ടാകേണ്ടത്. മറ്റ് ഉള്ളവരൊക്കെ അതിന് പുറയിലാണ് നിൽക്കേണ്ടത്. ഈ ലോകത്തിലെ ബന്ധങ്ങളെ 1-ാം സ്ഥാനത്ത് എടുത്തു വെച്ചാൽ അവരെല്ലാം ചില സമയങ്ങളിൽ നമ്മളെ മനസ്സിലാക്കാതെ പോകും. ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആരും എന്നെ മനസ്സിലാക്കാത്ത സമയം നമുക്ക് വരും. അപ്പോൾ നിരാശപ്പെട്ട് നീ ആത്മഹത്യയിലേക്ക് പോകും. ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല, വേണ്ടപ്പെട്ടവരാരും മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? ആ വ്യക്തിയുടെ ജീവിതം അവിടെ തകരുകയല്ലേ? നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയല്ലേ? എന്നാൽ ഈ വ്യക്തി ഹൃദയത്തിൽ 1-ാം സ്ഥാനത്ത് കർത്താവിനെ പൂജിച്ചാൽ കർത്താവ് സമയാസമയങ്ങളിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതറിഞ്ഞുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ എഴുതി വെച്ചത് തൻ്റെ ലേഖനത്തിൽ. 1-ാം ലേഖനം 5-ാം അധ്യായം 6ഉം 7ഉം വചനത്തിൽ പത്രോസ്ലീഹ പറയുവാണ്, ഇതാ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. നമ്മളെ ഓരോരുത്തരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ അധരത്തിലൂടെ പറയുവാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ആകുലതകളെല്ലാം ദൈവത്തിന് ഏൽപ്പിക്ക്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാര്യത്തിൽ ചില ബന്ധങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരികയില്ല. ചിലപ്പം ഭർത്താവ് ശ്രദ്ധിക്കുകയില്ല, ചിലപ്പം ഭാര്യ ശ്രദ്ധിക്കുകയില്ല, ചിലപ്പം പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർ ആരും ശ്രദ്ധിക്കുകയില്ല. വചനം പറഞ്ഞു കേട്ടോ, കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എൻ്റെ കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോൾ ഒരു പനി പിടിച്ച് പനി കൂടുതലായി. ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ 3 നേരം മരുന്ന് കൊടുക്കാൻ, ദിവസത്തിൽ 3 നേരം മരുന്ന് കൊടുക്കണം. അങ്ങനെ മരുന്ന് കുറിച്ച് തന്നു വിട്ടു. ഡോക്ടർ പറഞ്ഞ അതേ സമയങ്ങളിൽ ഈ കുഞ്ഞിന് മരുന്ന് കൊടുത്തു. അതെന്തുകൊണ്ട് നമുക്കറിയാം. ഈ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ മേൽ ശ്രദ്ധയുണ്ട്. അമ്മയ്ക്കറിയാം ആ പറഞ്ഞ സമയങ്ങളിൽ, ഡോക്ടർ നിർദ്ദേശിച്ച സമയങ്ങളിൽ മരുന്ന് കൊടുത്തെങ്കിലേ കുഞ്ഞിൻ്റെ അസുഖം മാറുകയുള്ളൂ. അത് കുഞ്ഞിൻ്റെ മേൽ കരുതലുള്ള അമ്മ, അല്ല ശ്രദ്ധയുള്ള അമ്മ ആ സമയാസമയങ്ങളിൽ കുഞ്ഞിന് മരുന്ന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട, ഇതേ വാക്കാണ് പത്രോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അമ്മയെപ്പോലെ കുഞ്ഞിൻ്റെ മേൽ ശ്രദ്ധയുണ്ട് നിൻ്റെ ദൈവത്തിന് എന്ന സത്യമാണ് പത്രോസ്ലീഹ നമുക്ക് തന്നത്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, സർവ്വത്തി ഹല്ലേലൂയ. ഈശോയെ നന്ദി. എന്നോട് പങ്കുവെച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല, കേൾക്കാത്തവരുണ്ടാകുമല്ലോ. 23 വയസ്സായപ്പോൾ എൻ്റെ മകൻ്റെ കാല് തകർക്കപ്പെട്ടു. ഒരു വണ്ടി ആക്സിഡൻറ്റിലാണ്. തൊലി മാത്രമേ വിട്ടുപോകാനുള്ളൂ, ബാക്കിയെല്ലാം തകർന്നു തീർന്നു. ഞരമ്പുകളെല്ലാം മുറിഞ്ഞു, അസ്ഥികളെല്ലാം തകർന്നു. തൊലിയിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ കാല്. 23 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, കാല് മുറിച്ച് കളയാൻ പോവുകയാണ്, ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അപ്പം മകനിങ്ങനെ കണ്ണടച്ച് സത്രേ കിടക്കുകയായിരുന്നു. അപ്പം മകൻ ഉറങ്ങിയെന്നാണ് ഡോക്ടർ ഓർത്ത്, ഞാനും ഓർത്തു. പക്ഷെ അവൻ ഉറങ്ങിയില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പെട്ടെന്ന് മുഖം തിരിച്ചു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അങ്ങനെ ഇവൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാതിൽ അടയുന്നോടം വരെയും ഇവൻ ചെരിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ടിരുന്നു.
മെഡിക്കൽ കോളേജിന് മുമ്പിലായിട്ട് റോഡിൻ്റെ അപ്പുറ സൈഡ് ഒരു ദേവാലയമുണ്ട്. ഞാൻ ആ ദേവാലയത്തിൽ പോയി സക്രാരിയുടെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. എന്നിട്ട് ഈശോയോട് ഞാൻ പറഞ്ഞു, 23 വയസ്സ് വരെയും 2 കാലിൽ ഓടിച്ചാടി അവൻ നടന്നു. ഇനി അവൻ 1 കാലിൽ നടക്കാനാണ് ഈശോയ്ക്ക് അതാണ് താല്പര്യമെങ്കിൽ, ഇഷ്ടമെങ്കിൽ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് തേങ്ങി. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഒരു വാക്കുപോലും പ്രാർത്ഥിച്ചില്ല. ഞാൻ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഇവൻ്റെ കുഞ്ഞുനാളുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നു. 2 പെൺകുട്ടികളുണ്ടായ ശേഷമാണ് ഇവനുണ്ടായത്. ഭാര്യ എന്നോട് പറഞ്ഞു, ഇനി ഒരു ആൺകുട്ടി വേണം, അതിനുവേണ്ടി നമുക്ക് നേർച്ച നേരാം. അന്ന് എനിക്കത്ര വിശ്വാസമുള്ളൊരു കാലഘട്ടമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവൾ യേശുപിതാവിൻ്റെ പേരിട്ടേക്കാം, അതുപോലെ മലയാറ്റൂർ തോമസ് മല കയറ്റി നേർച്ചയൊക്കെ നേർന്നാണ്, അവനാണ് ഇവനുണ്ടായത്. ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ആ സമയത്ത് ആ ചിന്തകൾ വന്നു. കുഞ്ഞുനാളിൽ ഇവനെ കയ്യെ പിടിച്ച് കൊണ്ടാടുന്നതും ഒരു ആൺകുട്ടി ഉണ്ടായപ്പോൾ സന്തോഷം. 21 വയസ്സായപ്പോൾ തന്നെ ഒരു 6 അടി ഉയരവും അയാളുടെ ശരീരപ്രകൃതിയൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓർമ്മയിലേക്ക് വന്നു. പിന്നെ ഇവനൊരു കാലില്ലാതെ നടക്കുന്ന കാര്യം, അതെല്ലാം ഓർമ്മയിലേക്ക് വന്നപ്പോൾ മനസ്സ് അറിയാതെ തേങ്ങി. അങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിയാതെ ഒരു വചനം പുറത്തേക്ക് വരികയാണ്. അത് സങ്കീർത്തനം 37:5. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞൊരു വചനമാണത്, ഒത്തിരി സമയത്ത് വായിച്ചൊരു വചനമാണ്. അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ സമയത്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ നാവിലേക്ക് വരികയാണ്. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, നീ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും, പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. ഇതാണ് വചനം. അറിയാതെ വായിന്ന് വീഴുകയാണ്. വീണ്ടും തോബിത്ത് 7:17, കുഞ്ഞെ ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിൻ്റെ ദുഃഖമകറ്റി നിനക്ക് സന്തോഷമേകും. ഈ വചനങ്ങളിങ്ങനെ അറിയാതെ നാവിലൂടെ പുറത്തേക്ക് വന്നു. ആ സമയത്താണ് എൻ്റെ അനുജൻ വരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്താവുന്ന ഇപ്പോൾ ഉണ്ടായിരുന്നു. ഒരു 7 മണിക്കൂർ എടുത്തു ഓപ്പറേഷൻ കഴിയാൻ. അപ്പം ഞാൻ ഓർത്തു, ഇത്ര സമയം വേണോ കാല് മുറിച്ച് കളയാൻ? ഞാൻ ഓർക്കുകയും ചെയ്തു. അങ്ങനെ ഇവനിങ്ങനെ ദേവാലയത്തിലേക്ക് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവൻ കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കാല് മുറിച്ച് കളഞ്ഞെന്നുള്ളത്, അതിൻ്റെ സങ്കടം കൊണ്ടാണ് കരയുന്നുള്ളത്. ഇവൻ അടുത്ത് വന്നിട്ട് എന്നോട് ചേർന്നൊന്ന് പറയുവാണ്, കാല് മുറിച്ച് കളഞ്ഞിട്ടില്ല, കാല് ഓപ്പറേഷൻ ചെയ്തു, കാലിന് ആരോഗ്യം വീണ്ടും കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ ഇവൻ പറഞ്ഞത്, ഈ വന്ന ഡോക്ടർമാരിൽ അസ്ഥിയുടെയും ഞരമ്പിൻ്റെയൊക്കെ ഡോക്ടർമാരുണ്ട്. അതിലൊരു ഡോക്ടർ പറഞ്ഞു, അസ്ഥിയുടെ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ഒരുപക്ഷെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ചെറുപ്പമല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരു ഓപ്പറേഷൻ തയ്യാറായത്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്ന സമയത്താണ് ഞാൻ ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഞാനിവനെ സമർപ്പിച്ചത്. ഈശോയുടെ ഇഷ്ടം മുറിച്ച് കളയാനാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച സമയമായിരുന്നത്. നോക്കിക്കേ, ദുരിതത്തിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് തന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനെ തള്ളി പറയാത്തത്? നിങ്ങളാരെയും ചിന്തിച്ചോ? ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. ഞാൻ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിട്ട് എൻ്റെ മോൻ്റെ കാല് മുറിച്ച് കളയണമെന്ന് കേട്ടപ്പോൾ ഞാൻ ഈശോയെ പഴിക്കാത്ത എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, അത് എൻ്റെ യോഗ്യതയിലല്ല, എൻ്റെ കഴിവിലല്ല. അതിൻ്റെ ഒരു കാരണം, ഈ മകനെ അല്ലെങ്കിൽ എൻ്റെ 3 മക്കളെ അത് എൻ്റെ കഴിവിലോ ഭാര്യയുടെ കഴിവിലല്ല, അത് ദൈവം തന്ന ദാനമാണെന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. ദൈവം തന്നതാണിതിനെ, ദൈവമാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ. അത് 1. 2, ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. ഞാൻ ധ്യാനം കൂട്ടിയിട്ട് 31 വർഷമായി. അപ്പോൾ ഈ 31 വർഷത്തിനുള്ളിൽ ധാരാളം കൈപ്പേറിയ അനുഭവത്തിലൂടെ ദുരിതങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. കർത്താവിനെ തള്ളിക്കളയാത്തതിന് 2 കാരണം ഞാൻ പറഞ്ഞു. 1 ഇത്, രണ്ടാമത്തെ കാരണം ഇതിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഇവിടെ മണ്ണടിഞ്ഞ് തീരുന്നതല്ല, ഇതിനപ്പുറത്തേക്ക് ഒരു നിത്യതയുണ്ടെന്നുള്ള വ്യക്തമായൊരു തെളിവ്, ഒരു ബോധ്യം ഈശോ എനിക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഈ കർത്താവിനെ ഹൃദയത്തിൽ പൂജിച്ചവരാണ് അപ്പോസ്തലന്മാർ 12 പേരും. അതുപോലെ പ്രവാചകന്മാർ എല്ലാവരും ദൈവത്തെ പൂജിച്ചവരാണ്.
അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ട് അവരൊക്കെ മരണം വരിക്കാൻ തയ്യാറായത്? 12 അപ്പോസ്തലന്മാരിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി, എല്ലാവരും മരിക്കാൻ തയ്യാറായി. യേശുവിനെ പടയാളികൾ പിടിച്ചപ്പോൾ എല്ലാവരും ഇട്ടേറ്റ് ഓടിയവരാണ് അവരൊക്കെ. അവരോടി കഥകടച്ചിരിക്കുകയത് പേടിച്ചിട്ട് തങ്ങളെ കൊല്ലുന്നോർത്തുകൊണ്ട്. പിന്നെ എന്താണ്, അവരെല്ലാം വീണ്ടും തിരിച്ചു വന്ന് യേശുവിന് വേണ്ടി ഇങ്ങനെ മരിക്കാൻ തയ്യാറായത്. പ്രിയപ്പെട്ടവരെ, അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർക്ക് കാഴ്ചപ്പാടുകളെ നൽകി. ഇത് ഇവിടെ തീരുന്ന ജീവിതമല്ല, ഇതിനപ്പുറം നിത്യമായൊരു ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള സത്യവും തിരിച്ചറിവർക്കുണ്ടായി. യേശു അവർക്ക് പ്രത്യക്ഷനായി, അവർ കാണപ്പെട്ടു, യേശുവിനെ കാണപ്പെട്ടു. അതുകൊണ്ട് മരണത്തെ അവർ നിസ്സാരമായി കരുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവരെല്ലാം മരിക്കാൻ തയ്യാറായത്, ഈ കാഴ്ചപ്പാടുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞത്, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്. അതായത് ഞാനിവിടെ ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാണ്. എനിക്ക് മരണം നേട്ടമാണ്. നോക്കിക്കോ, ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നതാ, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം എനിക്ക് നേട്ടമാണ്. എന്താ നേട്ടം എന്ന് പറഞ്ഞാൽ ഈശോയോടൊപ്പം നിത്യമായൊരു ജീവിതമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ദുരിതങ്ങളില്ലാത്ത ഒരു ജീവിതവും ഇല്ല. ഇനി മുന്നോട്ട് പോകുന്തോറും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ദുരിതങ്ങളും പല തകർച്ചകളും പരാജയങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഇതില്ലാത്ത മനുഷ്യജീവിതം പൂർത്തിയാകുകയില്ല. പക്ഷേ ഇവിടെ ഈ ദുരിതങ്ങളുടെ മുമ്പിൽ, ഈ പരാജയത്തിൻ്റെ മുമ്പിൽ നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് മുതൽ കർത്താവായ ക്രിസ്തുവിനെ ഹൃദയത്തിലെ രാജാവായി ദൈവമായി പൂജിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയത്തില്ല, CSC സഭയിലെ പ്രശസ്തനായൊരു സുവിശേഷ പ്രഘോഷകനായിരുന്നു സാധു കൊച്ചുകുഞ്ഞു ഉപദേശി. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് കൈവക്കാവോ? കുറച്ചുപേരെ കേട്ടിട്ടുണ്ട്. നമ്മുടെ സഭയല്ല, CSC സഭയാണ്. ഈ മനുഷ്യൻ മയക്കൊന്നുമില്ലാത്ത കാലഘട്ടമാണ്. ഈ മനുഷ്യൻ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഹൃദയത്തിൽ ബൈബിൾ ചേർത്ത് വെച്ച മനുഷ്യനാണ്. അതിനെ അപമാനിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ആ മനുഷ്യൻ ഹൃദയത്തിൽ ബൈബിൾ ചേർത്ത് വെച്ചിട്ട് കവലകൾ തോറും നടന്ന് യേശുവിലൂടെയുള്ള നിത്യരക്ഷ പ്രസംഗിക്കുന്ന മനുഷ്യനായിരുന്നു. ചിലപ്പം പോയാൽ 1 മാസം 2 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. എല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു അദ്ദേഹത്തെ, അദ്ദേഹം പോയിട്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ 3-ാമത്തെ ദിവസം വീട്ടിലേക്ക് തിരിച്ചു വരാനൊരു പ്രേരണയുണ്ടായി. 1 മാസത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം പോയത്. 3-ാമത്തെ ദിവസം വീട്ടിലേക്ക് വരാൻ പ്രേരണയുണ്ടായപ്പോൾ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ, തൻ്റെ ഏക മകൻ പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കുകയാണ്. 3 ദിവസമായി ഈ കുട്ടി മരിച്ചിട്ട്. അന്നും കൂടെ വന്നില്ലെങ്കിൽ കുട്ടീനെ അടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സ്വന്തക്കാരെല്ലാവരും. ആ സമയത്താണ് ഇദ്ദേഹം വരുന്നത്. എല്ലാവരും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാവരും ഒറ്റപ്പെടുത്തി ഈ മനുഷ്യനെ. ഈ മനുഷ്യന് ഹൃദയഭാഗത്ത് നിന്ന് ഇങ്ങനെ ചേർത്ത് വെച്ച ബൈബിള് അതേപോലെ എടുത്ത് ഈ കുഞ്ഞിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ കുഞ്ഞിനെ കോരിയെടുത്ത് ചേർത്ത് പിടിച്ചു. ചേർത്ത് പിടിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരും കുറ്റപ്പെടുത്തുന്ന കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ മുമ്പിലും ഒരു അഭിജ്ഞാപാത്രം പോലെ അദ്ദേഹം കുഞ്ഞുമായി റൂമിലേക്ക് പോയി കതകിന് കുറ്റിയിട്ടു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുമായി വീണ്ടും പുറത്തേക്ക് വന്നു, നെഞ്ചോട് ചേർത്ത് പിടിച്ച്. എന്നിട്ട് അദ്ദേഹം താരാട്ടുപാടി, ഒരു പാട്ടുപാടി. അദ്ദേഹം എഴുതാനുള്ള സമയമാണ് ഈ 15 മിനിറ്റ്. ആ റൂമിൽ പോയിരുന്നുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനത് വാങ്ങി ഹല്ലേലൂയ പാടും. 2ാമത്തെ ഒരു വരിയുണ്ട്, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്ന് കാണാമെന്ന് എൻ്റെ ഉള്ളിലുള്ളൂ. നോക്കിക്കേ, ആ മനുഷ്യൻ്റെ ഉള്ളിൽ കർത്താവിനെ പൂജിച്ച മനുഷ്യനായിരുന്നു. ഒരിക്കലും മറ്റുള്ളവർക്ക് ആ സ്ഥാനം കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് അറിയാം, ഈ ജീവിതം ഇവിടെ തീരുന്നതല്ല. ഇന്ന് മരിച്ചുപോയ എൻ്റെ മകൻ നാളെ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ മടിത്തട്ടിൽ എൻ്റെ മകൻ ഉണ്ടായിരിക്കുമെന്ന വിശ്വാസവും ബോധ്യം അദ്ദേഹത്തിനുണ്ട്. 2, മനുഷ്യൻ കാലാകാലം ഇവിടെ ജീവിക്കണമെന്നില്ല. ഏത് നിമിഷവും അവൻ ഇവിടുന്ന് കടന്നു പോകും. ഹല്ലേലൂയ, സ്വരമേറ്റി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിച്ചാൽ ഒന്നും അവനെ തളർത്തുകയില്ല, ഒന്നും അവനെ പരാജയപ്പെടുകയില്ല. അവന് ഉന്നതമായ ദർശനങ്ങൾ ദൈവം കൊടുക്കും. നിത്യതയെപ്പറ്റി കാണാൻ എത്രയോ വിശുദ്ധരാണ് നിത്യതയെപ്പറ്റി കണ്ടിട്ടുള്ളത്.
അവരൊക്കെ കാണാനുള്ള കാരണം എന്താണ്? അവരൊക്കെ കഠിനമായ വേദനയിലും തളർന്നുപോയ സമയങ്ങളിലും പരാജയപ്പെട്ട സമയങ്ങളിലും ഒറ്റപ്പെട്ട സമയങ്ങളിലും ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ദൈവിക ദർശനങ്ങൾ, സ്വർഗീയ ദർശനങ്ങൾ കാണാനുള്ള ഭാഗ്യം നൽകിയത്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഈശോയെ പൂജിക്കുക. നമ്മുടെ നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളും ഒന്നും മോശമെന്ന് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളും നല്ലതാണ്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ അഭ്യാസങ്ങൾ, ഭക്താഭ്യാസങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ ജീവിതത്തിലെ ചില ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാനൊരു കൃപയാണ് ദൈവത്തോട് ചോദിച്ചു വാങ്ങേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ എന്തെങ്കിലും ചോദിച്ചിട്ട് കിട്ടിയില്ല ഉടനെ പ്രാർത്ഥന നിർത്തി പോകേണ്ട ഒരു ജീവിതക്കാരല്ല നമ്മൾ. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ പങ്കുവെച്ചത് ഓർക്കുന്നില്ല. ഒറ്റ കാര്യം പറയുവാണ്. കമല എന്നൊരു ആദിവാസി സ്ത്രീയാണ്. അപ്പോൾ ഒരു ദിവ്യം കൂട്ടായ്മയിൽ ഞാൻ ശുശ്രൂഷിക്കുക എന്നപ്പോൾ, ദിവ്യം കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അക്രൈസ്തരുടെ കൂട്ടായ്മയാണ്, ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ധ്യാനം കൂടി ഹിന്ദുക്കൾക്കെല്ലാവരും കൂട്ടായ്മയുണ്ട്, മാംസം വാങ്ങിയിട്ടില്ല അവരാരും. അപ്പോൾ അന്ന് ഞാനാണ് ചെന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ കമലയോടെ പാട്ട് പാടുന്നുണ്ട്. നല്ല മനോഹരമായി പാട്ട് പാടുന്ന വ്യക്തിയാണ് കമല. ഓർഗൻ വെച്ചൊന്നുമില്ല, സാധാരണ രീതിയിൽ പാടുന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഈ കമലയോട് ചോദിച്ചു, കമല എങ്ങനെയാണ് യേശുവിനെ കണ്ടെത്തിയത്? ആദിവാസി സമൂഹത്തിൽ നിന്ന് ഒരാളെ യേശുവിനെ കണ്ടെത്തുക, യേശു സാക്ഷ്യം വഹിക്കുക, എങ്ങനെയാണ് കണ്ടെത്തിയത്? അപ്പോൾ ഈ കമല പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായില്ല. കുറേ ചികിത്സകളെല്ലാം നടത്തി. അവൾ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ്. കുറേ ചികിത്സകളെല്ലാം നടത്തി. പിന്നെ അവരുടെ മത ആചാരപ്രകാരം ചില മന്ത്രവാദങ്ങളും പൂജകളൊക്കെ നടത്തി. എന്നിട്ട് കുട്ടിയുണ്ടായില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ധ്യാനം കൂടാൻ പോയാൽ മതി, കുട്ടികളുണ്ടാവും. അങ്ങനെ ഈ കമലയും ഇവിടെ ഭർത്താവ് ബിനു, ഇവർ രണ്ടും കൂടെ ധ്യാനം കൂടാൻ പോയി. ദിവ്യൻ ധ്യാനകേന്ദ്രത്തിലാണ് പോയത്. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടിയുണ്ടായോ? അപ്പോൾ കമല പറയുവാണ്, ധ്യാനം കൂടിയിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, കുട്ടികളുണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, കമലയ്ക്ക് സങ്കടമില്ലേ? കമല എന്ന ആദിവാസി സ്ത്രീ ഒരു പ്രസംഗപീഠത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞൊരു വാക്കാണ്. ഞാൻ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് പറയുവാണ്. ആ വ്യക്തി പറയുവാണ്, ഞാനൊരു ധ്യാനം കൂടാൻ പോയത് ഒരു കുഞ്ഞിന് വേണ്ടി തന്നെയാണ്. കാരണം കുഞ്ഞില്ലാത്തതിൻ്റെ വേദന ഞാൻ കുറേ അനുഭവിച്ചു. എൻ്റെ സമൂഹത്തിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തി. ചില വിശേഷങ്ങളിൽ പോലും അവളെ പങ്കെടുപ്പിക്കുകയില്ല, ശപിക്കപ്പെട്ടവളായി കണ്ടു. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ വേദന അനുഭവിച്ച് ഞാൻ ധ്യാനത്തിന് പോയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ധ്യാനത്തിന് പോയത്. എന്നാൽ എനിക്ക് കുഞ്ഞുണ്ടായിട്ടില്ല. ഇപ്പോൾ അതിനെപ്പറ്റി എനിക്ക് സങ്കടമില്ല. ആദ്യത്തെ വാക്കാണ്, ഒരു ആദിവാസി സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. ഇപ്പോൾ അതിനെപ്പറ്റി എനിക്ക് യാതൊരു സങ്കടമില്ല. കുഞ്ഞല്ല എൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി. എനിക്ക് ആ ധ്യാനത്തിലൂടെ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധി ഈശോയെ കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, എനിക്കിപ്പോൾ കുഞ്ഞൊരു വിഷയമല്ല. കുഞ്ഞുണ്ടാവുമോ ഉണ്ടാകാതിരിക്കട്ടെ, അത് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധി കർത്താവായ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അവൾ ഹൃദയത്തിൽ പൂജിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ആ സ്ത്രീയോട് ഭർത്താവും മാമോദീസ സ്വീകരിച്ച് ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വന്ന് ഇന്നും അവൾ വസിക്കുന്ന ഇടത്തിലും അനേക സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്വരമേർത്തിയ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിനു എന്ന അവൻ്റെ പേര് ജോസഫ് എന്നായി, കമല എന്ന മരിയായി. ബിനു എന്നോട് അവൻ്റെ ഒരു കാര്യം പറയുവാണ്. കുഞ്ഞുനാൾ തൊട്ടേ ഉണ്ടായിരുന്നതായിരുന്നു മുറുക്കും പുകവലിയും. അത് അവിടെ ഒരു ശീലമാണ് ആ സമൂഹത്തിൽ. കുഞ്ഞുനാൾ തൊട്ടേ അമ്മയോ അല്ലെങ്കിൽ അപ്പനൊക്കെ തന്നെ മുറുക്കാനോ അവർക്ക് കൊടുക്കും. അങ്ങനെ മുറുക്കും പുകവലിയും മദ്യവും ഇതിൻ്റെ അടിമയായിരുന്നു ഞാൻ. എന്നാൽ ആദ്യമായിട്ട് ഇവൻ മാമോദീസ സ്വീകരിക്കാൻ വേണ്ടി കുമ്പസാരിച്ച് മാമോദീസ സ്വീകരിച്ച് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ പള്ളി വെച്ച് കല്യാണം കിട്ടി. രണ്ടാമത് കുർബാന സ്വീകരിക്കാൻ പോയി മുട്ടുമേൽ നിൽക്കുമ്പോൾ അവൻ കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയുടെ ഒരു വാക്ക് പറഞ്ഞു. ഈശോയെ, കുഞ്ഞുനാൾ തൊട്ട് ഞാൻ മുറുക്കാൻ വയ്ക്കുന്ന വായ എൻ്റെത്, മുറുക്കാനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല. ആ ഒരു അവസ്ഥയാണ്. ഞാൻ പുകവലിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്. കർത്താവേ, ഈ വായിൽ ഇനി അത് ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങ് സ്വീകരിക്കാൻ പോവുകയാണ്. ഇനി എൻ്റെ വായിൽ ഇതുണ്ടാകാൻ പാടില്ല.
പ്രിയപ്പെട്ടവരെ, ഇന്ന് 2018 സ്വീകരിച്ചതാണ്. ഇന്ന് വരെയും അവൻ മുറുക്കിയിട്ടില്ല, പുക വലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല. ഒരു വിശുദ്ധനെ പോലെ ബിനു ഇന്ന് ജോസഫായി ജീവിക്കുന്നു. ഹല്ലേലൂയ! ഇതിൻ്റെ കൺമുമ്പിൽ കണ്ട സാക്ഷ്യമാണ്, ആരെങ്കിലും പറഞ്ഞു കേട്ടൊരു കഥയല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിച്ചപ്പോൾ ആ ക്രിസ്തുവിന് വേണ്ടി എല്ലാ സങ്കടങ്ങളും ഉപേക്ഷിച്ച് ആ ക്രിസ്തുവിനെ സാക്ഷി വഹിക്കാൻ, ആ ക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ള ഒരു അഭിഷേകം ക്രിസ്തു അവൻ്റെ ഉള്ളിൽ കൊടുത്തു. ഹല്ലേലൂയ! ഞാനോർക്ക് ഞാൻ പണ്ടൊക്കെ കുർബാന സ്വീകരിക്കുമ്പോൾ സീറ്റ് കളഞ്ഞിട്ടായിരിക്കും കുർബാന സ്വീകരിക്കാൻ ഓടിപ്പോവുക. നോക്കിക്കേ, ഒരിക്കൽ പോലും ആ വ്യക്തി ആഗ്രഹിച്ച പോലെ കർത്താവെ അങ്ങേ കൈക്കൊള്ളേണ്ട നാവാണ് എൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരിക്കൽ പോലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. നോക്കിക്കേ, ഒരു ആദിവാസി യുവാവ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിച്ചപ്പോൾ അവൻ്റെ കൊച്ചു കൊച്ചു പാപം പോലും ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്ന നാവ് കൊണ്ട് മറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അവനെ ദൈവം അനുഗ്രഹിച്ചു. ചിലപ്പോഴൊക്കെ ഈ ബിനു ഞാനും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചതാണ്. യേശുവിൻ്റെ സാക്ഷി 31 വർഷമായി. ബൈബിൾ കുറേയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ബിനു ദൈവിക കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ എന്തുമാത്രം പ്രബോധനങ്ങളാണ് അവൻ്റെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! ഞാൻ സ്വപ്നത്തിൽ പോലും കേൾക്കാത്ത കാര്യങ്ങളും പറയാത്ത വാക്കുകളൊക്കെയാണ് ബിനുവിലൂടെ, ജോസഫ് എന്ന ഈ ബിനുവിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അറിവില്ല, അവൻ 3ാം ക്ലാസ് വരെ അങ്ങോട്ട് പോയിട്ടുള്ളൂ. അറിവില്ല, ബൈബിൾ വായിക്കാൻ അവൻ അറിയത്തില്ല. എന്നിട്ട് പോലും കർത്താവിനെ ഉള്ളിൽ പൂജിച്ചപ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ, പ്രബോധനങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് കർത്താവ് പുറപ്പെടുവിക്കുകയാണ്. ഹല്ലേലൂയ! മനുഷ്യ ജീവിതത്തിൽ ഭൗതികമായ ഒത്തിരി ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഈ ആവശ്യങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ആ ആവശ്യത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. എന്ന് വെച്ചാൽ മറ്റ് പ്രാർത്ഥനകൾ വേണ്ട എന്നുള്ള അർത്ഥമല്ല, അങ്ങനെ ആരും കരുതരുത്. ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾ ഈശോയോടല്ല വേണം പറയാൻ പറ്റൂ, അത് വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, അതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് അതിൻ്റെ കൂടെ പോരുന്നതാണ്. യഥാർത്ഥ സൃഷ്ടാവിനെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പോരിയല്ലേ. ഒരിക്കൽ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ CD ഞാൻ കേട്ടതാണ്, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. അദ്ദേഹം പറയുവാണ്, എല്ലാവർക്കും ഇടയൻ്റെ കയ്യിലെ ചപ്പ് മതി, ഇടയനെ ആർക്കും വേണ്ട. അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ കേട്ടതാണ്. എല്ലാവർക്കും ഇടയനെ വേണ്ട, ഇടയനെ ആർക്കും വേണ്ട, ഇടയൻ്റെ കയ്യിലെ ചപ്പ് മതി. പ്രിയപ്പെട്ടവരെ, ഇടയൻ്റെ കയ്യിലെ ചപ്പ് കാണുമ്പോൾ ആടുകൾ ഓടിച്ചെല്ലും. അത് ഏത് ഇടയനാണെങ്കിലും ആടിന് കുഴപ്പമില്ല. ചപ്പ് കിട്ടുമോ അവിടെ ഈ ആടുകൾ ചെന്നിരിക്കും. ചപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആട് പോകും, പിന്നെ ഇടയൻ്റെ കാഴ്ചോട്ടി നിൽക്കുകയില്ല. പിന്നെ രണ്ടാമത് ചപ്പ് ആവശ്യം വരുമ്പോൾ വിശക്കുമ്പോഴാണ് പിന്നെ ഓടിച്ചെല്ലുന്നത് ഇടയൻ്റെ അടുത്തേക്ക്. അത് ഇടയനോട് സ്നേഹം ഉണ്ടായിട്ടല്ല, ഇടയൻ്റെ കയ്യിലെ ചപ്പ് കണ്ടുകൊണ്ടാണ്, അത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു വെച്ച ഇങ്ങനെയാണ്, നമ്മൾ അങ്ങനെ ആകരുത്. ചപ്പ് കാണുമ്പോൾ ഓടിച്ചെല്ലുന്ന ആടുകളെ പോലെ ആകരുത്. നമ്മൾ ഓടിച്ചെല്ലേണ്ടത് ഈ ചപ്പ് തരുന്ന ഇടയനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഇടയൻ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ടാൽ ആവശ്യമായ ചപ്പുകൾ ഇടയൻ തന്നുകൊണ്ടിരിക്കുകയല്ലേ. അതല്ലേ മത്തായി 6:31 ഈശോ തന്നെ നമ്മൾ പറയുന്നത്. ഈശോ തന്നെ നേരിട്ട് പറയല്ലേ നമ്മളോട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ബാക്കി കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറയുന്നതാണ് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ. അത് ബാക്കി. ആദ്യം എന്ത് ചെയ്യണം? നീതി, രാജ്യം. എന്താ രാജ്യം എന്ന് പറഞ്ഞാൽ? ദൈവരാജ്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം. അത് നിങ്ങൾ ആഗ്രഹിക്കുക, അത് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു പോവാ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ആ വചനം ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, അല്ലെ പുത്രിമാരാണ്. അപ്പം പ്രിയപ്പെട്ട, അതാണ് ഈശോ പറഞ്ഞത്, ആദ്യം ഈ ആത്മാവിനെ സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ ആരായി മാറി? ദൈവത്തിൻ്റെ പുത്രനായി മാറി, ദൈവത്തിൻ്റെ പുത്രിയായിട്ട് നമ്മൾ മാറി. പുത്രനും പുത്രിയായി മാറിയാൽ ഈ അപ്പൻ്റെ കയ്യിലുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശം നമുക്കില്ലേ? അപ്പൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് അതിൻ്റെ അവകാശം മകനില്ലേ, മകൾക്കില്ലേ? എൻ്റെ മകന് കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കണം. ഫീസിൻ്റെ സമയമായപ്പോൾ അവൻ അവിടെ നിന്ന് മുട്ടുകുത്തി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണോ? അപ്പം എനിക്ക് കോളേജിൽ നിന്ന് ഫീസ് തരാവോ എന്ന് പറഞ്ഞ് യാചിച്ച് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കണോ?
അവൻ അവിടെ നിന്ന് ഉരുണ്ട് വരണം എൻ്റെ അടുത്തേക്ക്. അവൻ നേരെ വന്ന് എന്നോട് പറയുകയല്ലേ, അപ്പ എനിക്ക് ഇന്ന ദിവസം ഫീസ് കൊടുക്കണം, പൈസ വേണമെന്നല്ലേ പറയുന്നത്, തരാവെന്നാണോ ചോദിക്കുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ? അവൻ പുത്രനാണ് എൻ്റെ, ഞാനവൻ്റെ പിതാവാണ്. അപ്പം ആ പുത്രൻ്റെ സ്വാതന്ത്ര്യത്തോടെയാണ് അവൻ വരുന്നത്. അപ്പം ഈ ഒരു അവകാശത്തിലേക്കാണ് നമ്മളും കടന്നു വരേണ്ടത്. നമ്മൾ എന്തും ഇങ്ങനെ യാചിച്ചും മുട്ടുകുത്തി അടഞ്ഞ് നടക്കേണ്ട ആൾക്കാരല്ല നമ്മൾ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോയെ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് വേണമെന്ന് പറയും. തരാവെന്നല്ല, എനിക്ക് വേണം, തന്നേ പറ്റൂ ഈശോയ്ക്ക്. കാരണം എന്താ? ഞാൻ പുത്രസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു, ഞാൻ പുത്രിയുടെ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു. ഈ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്താൻ വേണ്ടിയാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്, പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് വീണ്ടെടുത്തത്, നിത്യതയിലേക്ക് നയിക്കാൻ. പുത്രസ്ഥാനത്ത് നിന്നുകൊണ്ട്, പുത്രിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാം നിത്യതയിലേക്ക് പ്രവേശിക്കാൻ, അതിനുവേണ്ടിയാണ് ഈശോ ദാസനെ പോലെ ആയത്. നമ്മളെ യജമാന സ്ഥാനത്തേക്ക് ഉയർത്താൻ ദൈവം ദാസന്റെ സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നു. ദൈവം പുത്രൻ്റെ അവകാശം മാറ്റിവെച്ചുകൊണ്ട് ഒരു ദാസനെ പോലെ ഇറങ്ങി വരാനുള്ള കാരണം നമ്മളെ ഓരോരുത്തരെയും പുത്രസ്ഥാനത്തേക്ക്, മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും. ഞാൻ ദൈവത്തിൻ്റെ പുത്രനായി മാറണം, പുത്രിയായി മാറണം. അതിനോട് ചേർന്നാണ് നമ്മുടെ പ്രാർത്ഥനകളെ നീക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഉണ്ടായൊരു സംഭവം ഞാൻ പങ്കുവെക്കുകയാണ്. കണ്ണൂർ വിളക്കന്നൂർ സ്ഥലമുണ്ട്, വിളക്കന്നൂർ. ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ തിരുവോസ്തി തന്നെ ഒരു 2 മാസത്തേക്കുള്ളിൽ ഇരിക്കുകയില്ല, നമുക്കറിയാവത്. അത് പൊടിയാൻ തുടങ്ങും. ഇവിടെ ഇപ്പോൾ 8-10 വർഷമായി ആ തിരുവോസ്തിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഈശോയുടെ മുഖം തെളിഞ്ഞതിന് അതിന് യാതൊരു മാറ്റവും ഇല്ല. വൈദികൻ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിയപ്പോഴാണ് അതുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ആ സമയങ്ങളിൽ ആ ഇടവകയിലുള്ള മനുഷ്യർ അല്ലാത്തവരെല്ലാം വിശുദ്ധ കുർബാനയിലേക്ക് ഭക്തിയായി. എല്ലാവരും കുമ്പസാരിക്കാൻ തുടങ്ങി. കുമ്പസാരിച്ച് പശ്ചാത്തപിച്ച് വലിയ അനുതാപത്തോടുകൂടി കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഈശോനെ വണങ്ങാൻ തുടങ്ങി. ഈശോയുടെ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴുണ്ടാകും തൊട്ടപ്പുറം എണ്ണ ഒഴുകുന്ന ഒരു സ്ഥലത്ത്, ഒരു വീട്ടിൽ ഈ ജനം മുഴുവൻ ഇതിട്ടിട്ട് അങ്ങോട്ട് ഓടി. പിന്നെ ആരും പള്ളിയിലേക്ക് വരുന്നില്ല, എല്ലാവരും എണ്ണ കോരാൻ വേണ്ടി ഓടുകയാണ്. എണ്ണയും തേനും പാലും കോരാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, പിശാചിൻ്റെ വലിയ തന്ത്രം കണ്ടോ? മനുഷ്യരെല്ലാം പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അവൻ വലിയ തട്ടിപ്പ് കാണിക്കുകയാണ്. അപ്പുറേ മാതാവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്. മാതാവിൻ്റെ പണി അതാണ്, എണ്ണയെടുക്കലാണ് മാതാവിൻ്റെ പണി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ജനത്തെ മുഴുവനും അങ്ങോട്ട് ഓടിച്ചു. ഇപ്പം അവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്ത അവസ്ഥയായി. എനിക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ആരും അങ്ങനെ വരവൊന്നുമില്ല, കാരണം ആൾക്കാർക്ക് മനസ്സിലായി. ഹല്ലേലൂയ, സ്വരവെത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ ഹൃദയത്തിൽ പത്രോസ്ലേ പറഞ്ഞു, കർത്താവായ ക്രിസ്തുവിനെ പൂജിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ആ ചേർന്ന് നിൽക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മാതാവിന് വിശ്വസിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നോക്കിക്കേ, നമ്മളെല്ലാം മാതാവിനെ സ്നേഹിക്കുന്നതും മാതാവിൽ ആശ്രയിക്കുന്നതും എണ്ണ ഒഴുകുന്ന കണ്ടുകൊണ്ടാണോ? നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് മാതാവിനെ സ്നേഹിക്കുന്നവരല്ലേ? എല്ലാ കത്തോലിക്ക കുടുംബങ്ങളും മാതാവിനെ സ്നേഹിക്കാത്തതും മാതാവിനോട് പ്രാർത്ഥിക്കാത്തതും ഒറ്റ വ്യക്തിയും കുടുംബവും ഇല്ല. നമ്മളിത് കണ്ടുകൊണ്ടല്ല, നമ്മളിതിൻ്റെ പുറകെ ഓടേണ്ട കാര്യമില്ല. അവിടെ ഇവിടെ വീടുകളിൽ ഓടരുത്, അതെല്ലാം തട്ടിപ്പാണ്, നമ്മൾ ദൈവത്തിന് അകത്തുന്നതാണ്. നമ്മൾ നേരെ വരേണ്ടത് വിശുദ്ധ കുർബാനയിലേക്കാണ്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയിലും ഭക്തിയിലും കൈക്കൊള്ളണമെങ്കിൽ നാം വിശുദ്ധരായി മാറും. നേരത്തെ അച്ഛൻ പറഞ്ഞു തോന്നുന്നത്, നമ്മളിലൊരു വിശുദ്ധി ഉണ്ടാകണം. ആ വിശുദ്ധി ലഭിക്കുന്നത് സ്വന്തം കഴിവിനോ ശക്തിക്കോ കിട്ടുന്നതല്ല. അതൊരു വചനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടുമ്പോഴാണ് നാം നമ്മെ തന്നെ കണ്ടെത്തുക. 15 വർഷം പള്ളിയിൽ കയറാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കുർബാനയെ സംബന്ധിക്കാത്തൊരു വ്യക്തിയായിരുന്നു, പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു, മദ്യവും മയക്കുമരുന്നും മറ്റ് ദുശ്ശീലങ്ങൾക്ക് അടിമയൊരു വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ധ്യാനം കൂടിയപ്പോൾ ആ ധ്യാനത്തിലൂടെയാണ് ഞാൻ എന്നെ കണ്ടെത്തിയത്. ദൈവമേ, ഞാൻ പാപിയാണെന്നൊരു തിരിച്ചറിവുണ്ടായത്. അതുവരെ എൻ്റെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം ലോകത്തിലായിരുന്നു. ജഡീക താല്പര്യങ്ങൾ, ജഡീക പാപത്തിൻ്റെ അടിമയായിരുന്നു ഞാൻ. അതായിരുന്നു എൻ്റെ ഹൃദയത്തിൽ ഞാൻ പൂജിച്ചത്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ജഡീക പാപങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പൂജിച്ചു കൊണ്ട് നടന്നത്. എന്നാൽ ആ ധ്യാനത്തിലൂടെ എൻ്റെ ഹൃദയത്തിൽ പൂജിച്ച ഈ ലോകത്തിൻ്റെ അരൂപിയെ പിന്തള്ളിയിട്ട് അവിടെ കർത്താവായ ക്രിസ്തുവിനെ പൂജിച്ചു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഇന്ന് 31 വർഷം പൂർത്തിയാക്കി ഞാൻ ദൈവത്തിലേക്ക് വന്നിട്ട് 28 വർഷം ഒറ്റ കുർബാന പോലും ഞാൻ മുടക്കിയിട്ടില്ല.
ഇതായിട്ട് പറയുന്നതല്ല. ഞാൻ 28 വർഷം ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. എത്ര മഴയും മഞ്ഞും തണുപ്പും ഉണ്ടെങ്കിലും 2 വർഷം നമുക്ക് തന്നെ അറിയാം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും എനിക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ വന്നു. അതിൻ്റെയൊക്കെ സമയത്ത് കുർബാന മുടങ്ങിപ്പോയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത്, ആ ധ്യാനം കൂടിയപ്പോഴല്ലേ എനിക്ക് കണ്ടെത്താൻ പറ്റിയത്, എൻ്റെ പാപത്തെ ഞാൻ കണ്ടെത്തിയത്, പശ്ചാത്തപിച്ചത്. അതിലൂടെയല്ല ഞാൻ ദൈവത്തിലേക്ക് വന്നത്, അതിലൂടെയല്ല ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് വന്നത്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഉടമ്പടി എന്ന് പറയുന്നത് അത് വിശുദ്ധ കുർബാനയാണ്. അതോടുകൂടി പിന്നെ അപ്പുറത്തേക്കൊരു ഉടമ്പടി ഇല്ല. ഇത് ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉടമ്പടിയാണ് വിശുദ്ധ കുർബാനയായിട്ടുള്ള ഉടമ്പടി. കാരണം ഈശോ പറഞ്ഞില്ലേ, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് വാങ്ങി ഭക്ഷിക്ക്, ഇതിലൂടെ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാത്ത ഏതെങ്കിലും ജീവിതം ഉണ്ടാവുമോ? സങ്കടങ്ങളില്ലാത്ത ഏതെങ്കിലും ജീവിതമുണ്ടോ? എല്ലാ ജീവിതങ്ങളിലും ഇതുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കി ഇരിക്കേണ്ടവരല്ല നമ്മൾ. അതിനപ്പുറത്തേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. അപ്പം ആ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഈശോയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഈശോയെ നിർത്തണം, ഈശോയെ സ്വീകരിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ ക്രിസ്തുവിനെ പൂജിക്കുന്ന ഒരു അഭിഷേകമാണ് ഇനി നമ്മൾ നേടിയെടുക്കേണ്ടത്. ക്രിസ്തു ഹൃദയത്തിൽ രാജാവായിട്ടിരിക്കണം. അങ്ങനെ ഒരു വ്യക്തി ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ ക്രിസ്തുവിനെ രാജാവായി പൂജിക്കാൻ തുടങ്ങുമ്പോൾ ക്ലേശങ്ങളെ തരണം ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ വാക്കോടെ ഒന്നുകൂടെ കടന്നു പോവുകയാണ്. മോശ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിൻ്റെ കുടുംബനാഥനാണ്. ആ കുടുംബനാഥൻ ഈ ജനത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ അവിടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. ദൈവം നേരിട്ട് പ്രവാചകനിലൂടെ നയിക്കുന്ന ജനമാണ് ഇവർ. എന്നിട്ട് പോലും അവിടെ മുമ്പിൽ ചെങ്കടലുണ്ടായിരുന്നു, ജെറിക്ക കോട്ടയുണ്ടായിരുന്നു, മരുഭൂമി അനുഭവം ഉണ്ടായിരുന്നു, ഭക്ഷണമില്ലാത്ത അനുഭവം ഉണ്ടായിരുന്നു, ദാഹജലം കിട്ടാത്ത അനുഭവം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം ഈ കുടുംബനാഥൻ എന്താ ചെയ്തത്? ആ കുടുംബനാഥൻ ഒന്നാം സ്ഥാനത്ത് യഹോവയെ നിർത്തിക്കൊണ്ട്, ഒന്നാം സ്ഥാനത്ത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, ഒന്നാം സ്ഥാനത്ത് ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആ കുടുംബനാഥൻ ദൈവത്തിലേക്ക് നോക്കി ഈ പ്രതിസന്ധികളെ മുഴുവനും മറികടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ച ഈ ജനവും ഈ പ്രതിസന്ധികളെ മുഴുവനും മറികടന്ന് തേനും പാലും ഒഴുകുന്ന കാനാദേശത്ത് എത്തി. പ്രിയപ്പെട്ട, നമ്മളെല്ലാം തന്നെ കുടുംബജീവിതം നയിക്കുന്നവരാണ്. കുടുംബത്തിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്. കുടുംബത്തിൽ അപ്പനും അമ്മയും ക്രിസ്തുവിനെ രാജാവായി പൂജിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകേണ്ടവരാണ് ഒരപ്പൻ ഒരമ്മ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അതിന് അപ്പൻ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ചിരിക്കണം, അമ്മ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കണം. ഈശോയ്ക്ക് കുടുംബത്തിൽ ഒന്നാം സ്ഥാനം നൽകണം. ഇത് അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിന് കുടുംബത്തിൽ ഒന്നാം സ്ഥാനം നൽകണം, ക്രിസ്തുവിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകണം. അത് കണ്ട് മക്കൾ പിന്തുടരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 5:14-15 വചനത്തിൽ, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിൽ മേലാണത് വെക്കുക, അപ്പോൾ ഭവനത്തിലുള്ള എല്ലാവർക്കും അത് പ്രകാശം നൽകുന്നു. അപ്രകാരം നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ദൈവപിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു കുടുംബത്തിൻ്റെ വിളക്കായി മാറേണ്ടതാണ് അപ്പനും അമ്മയും. അപ്പനും അമ്മയും കുടുംബത്തിൽ നൽകുന്ന പ്രകാശമാണ്, ക്രിസ്തുവിലൂടെ നൽകുന്ന പ്രകാശമാണ്. മക്കൾ അതിനെ അനുഗമിക്കുക. ഹല്ലേലൂയ.